ഹലോ, അതെ, എവിടെ? സ്ഥലം മനസ്സിലായി. അരുവ വളവിന് 2 കിലോമീറ്റർ അപ്പുറത്ത്. ഞങ്ങളിതേ പുറപ്പെട്ടു. അരുവ വളവാണ്. അപ്പൊ തിരക്കൂട്ടന്നെ പക്ഷേ സംഗതി പോസ്റ്റ്മോർട്ടം കേസാ. കുട്ടി ഒറ്റയ്ക്കാണ്. എങ്ങാടാ? പോലീസ്. ഹൈവേ പെട്രോൾ ആയിരിക്കും. മിനിമം 200 നെറ്റിപ്പ പൊറിക്ക മാഷേ. കേറി വാ മക്കളെ, കേറി വാ. ഇറന്ന് തിന്നണവനെ തുറന്നിരുന്ന പാർട്ടിയാ. എന്താ സാറേ, എന്താ? അപ്പു എവിടാടാ? അപ്പു ദേവരാജ, വേഷം കെട്ട് വേണ്ട. നിന്റെ മകൻ അപ്പു. അവൻ എവിടാന്നാ ചോദിച്ചത്? കേറി നോക്കടോ. സാറേ, എന്റെ മോൻ എന്നാ പറ്റിയെന്നാ പറഞ്ഞേ? അവൻ എവിടെ പോയി? അങ്ങോട്ട് നോക്കടോ. സാർ, ഇവിടെയുണ്ട്. സാറേ, അതെന്റെ മോനാ. ഞാൻ അവനെ കൊണ്ടുപോയെങ്കിൽ തന്നെ അതൊരു തട്ടിക്കൊണ്ടുപോക്കല്ല. പക്ഷെ ഇതെനിക്കറിയില്ല. അവൻ വന്ന് കയറി ഞാൻ കണ്ടില്ല. നായിന്റെ മോനെ. അത് നിന്റെ തന്ത. കൈ ജോർജ് വിട്ടല്ലോ. ഇതേ എന്റെ കുടുംബകാര്യ. ഇതിനിടെ കയറി മെഴുകാറുണ്ടല്ലോ. മറ്റേ മോനെ കൊന്നുകളോ ഞാൻ. അവൻ എന്തിനാ വീട്ടിൽ നിന്ന് ഓടിപ്പോന്നു? അവൻ എപ്പോഴാ വണ്ടി വന്ന് കയറി? അറിയില്ല. അവൻ പേടിച്ചോടി വന്ന ലക്ഷണമുണ്ട്. എന്തോ കുഴപ്പമുണ്ടെന്ന് എനിക്ക് തോന്നണം. അല്ലെങ്കിൽ നമ്മുടെ അപ്പം അങ്ങനെ ചെയ്യില്ല. എന്താ സംഗതി എന്ന് ചോദിച്ചറിഞ്ഞോ? ഇല്ല. അറിയണം. അത് കണ്ടോ, ആ ഒരു മുറിയിൽ മാത്രമേ വെട്ടുള്ളൂ. അമ്മയും മോനും വെട്ടത്തില്, നമ്മൾ ഇരുട്ടിലും. അത് പോരെ കുട്ടാ. നിന്റെ ഒരു പരിചയക്കാരനുണ്ടല്ലോ, പിതാവിന്റെ വേറൊരുത്തൻ കാശ് കൊടുത്ത ആളെ കൊല്ലുന്നവൻ. അവനോ? ഉടനെ വേണ്ട. നിൽക്ക കേളിക്ക് അച്ഛൻ്റെ ഒരു ക്ലൂ ഇട്ട് തന്നു എന്ന് മാത്രം മതി. അച്ഛൻ ആരെയും കൊന്നിട്ടില്ല. മുത്തശ്ശനെ കൊന്നത് അച്ഛനല്ല. ഇതൊന്നും നീന്ന് ചെയ്തതിന് എക്സ്ക്യൂസ് അല്ല. അപ്പോ അമ്മ ചെയ്യാൻ പോകുന്നതിന് എന്താ എക്സ്ക്യൂസ്? വേറെ എന്തൊക്കെ പറഞ്ഞു പഠിപ്പിച്ചു നിന്നെ? ആര്? നിന്റെ അച്ഛൻ. അച്ഛനല്ല പഠിപ്പിച്ചത്, മുത്തശ്ശിയാണ്. യുവർ മദർ. അമ്മ എന്തു പറഞ്ഞു? മുത്തശ്ശനെ കൊന്നത് രഘുമാമനാണെന്ന് വല്യമ്മാവനുണ്ട്. അപ്പോ കള്ളം പറയരുത്. വർഷങ്ങളായി അമ്മ സംസാരിച്ചിട്ടില്ല. ആദ്യ മയക്കത്തിൽ സംസാരിക്കും, ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോഴൊക്കെ മുത്തശ്ശി കരയും. മുത്തശ്ശി തനിയെ സംസാരിക്കുന്നത് ഒരിക്കൽ വല്യമ്മാവൻ കേട്ടു. ഞാൻ ചെന്നില്ലായിരുന്നെങ്കിൽ ആ ചട്ടനെന്ന് മുത്തശ്ശിയെ കൊന്നേനെ. അമ്മ അവരൊന്നും ചെയ്യില്ല. അമ്മ പണക്കാരിയല്ല, പക്ഷെ എന്നെ കൊല്ലും. വേണ്ട. ഞാൻ ആരെയാ വിശ്വസിക്കേണ്ടത് അമ്മേ? എന്താ ചെയ്യേണ്ടത്? എല്ലാവരും തീരുമാനത്തിലെത്തിയിരുന്നു. പക്ഷേ അപ്പ പറഞ്ഞത് സത്യമാണോ? ആണോ അമ്മേ? സത്യമാണെങ്കിൽ അമ്മ എങ്ങനെ അതറിഞ്ഞു? മരിക്കുന്നതിന് മുൻപ് അച്ഛൻ വല്ലതും പറഞ്ഞിരുന്നോ? അമ്മേ, എന്താ എന്നോട് മാത്രം ഇതുവരെ ഒന്നും പറയാഞ്ഞത്? എന്റെ ജീവിതം തകർന്നടിയുന്നത് അമ്മ കാണുന്നില്ലേ? ഞാൻ കൂടുതൽ നാശത്തിലേക്കാണ് നടക്കുന്നത്. രഘു ആണോ അച്ഛനെ? ആണോ അമ്മേ? ആണോ?
വല്ലാത്തൊരു കാറ്റേ. ഹലോ, അപ്പു ബുദ്ധിയുള്ള കുട്ടിയാണ്. ഹൂ ഈസ് ഹൂ അത് എളുപ്പം മനസ്സിലാക്കുന്ന ആളാണ്. വല്ല നിവൃത്തി ഉണ്ടായിരുന്നെങ്കിൽ നന്ദു ദേവരാജനെ ഉപേക്ഷിക്കുമായിരുന്നു. അപ്പുവിന് ദേവരാജനെ വലിയ ഇഷ്ടമാണ്. അതേ ഇഷ്ടം അമ്മയോടും ഉണ്ട്. നന്ദു നല്ല അമ്മയാണെന്ന് അപ്പുവിനറിയാം. എന്നിട്ടും അമ്മ ദേവരാജനെ പിരിയാണെങ്കിൽ അതിനൊരു കാരണമുണ്ടാവില്ലേ അപ്പു? അതെന്താ അപ്പു ആലോചിക്കാത്തത്? ദേവരാജൻ ഒരു നല്ല അച്ഛനല്ല എന്ന് ഞാൻ പറയില്ല. പക്ഷേ അവന്റെ പശ്ചാത്തലം നീ ഓർക്കണം. ഓർഫനേജ്, സെൻട്രൽ ജയിൽ, ഗുണ്ടായിസം, അടിപിടി. ഓക്കെ, ഇപ്പോഴത്തെ ദേവരാജൻ നല്ല ആളായിരിക്കാം. പക്ഷേ അമ്മയില്ലാതെ ഒറ്റയ്ക്ക് അത്ര ഒരാളോടെ താമസിക്കാന്ന് വെച്ചാൽ അതൊരു സേഫാണോ അപ്പു? ദേവരാജന്റെ പഴയ ഏതെങ്കിലും കേസുകൾ പൊങ്ങി വന്നാൽ അവൻ വീണ്ടും ജയിലിലായാൽ നീ എന്ത് ചെയ്യും? മടങ്ങി വന്നാലും നന്ദു നിന്നെ സ്വീകരിക്കും. പക്ഷേ രഘു എതിർത്താൽ നന്ദുവിന് ഒരിക്കലും നിന്നെ രക്ഷിക്കാനാവില്ല. രഘുമാമൻ എന്നെ കൊന്നാലോ? രഘുമാമൻ എന്നെ കൊല്ലും ഉറപ്പാ. അമ്മ രക്ഷിക്കൂ എന്നെ. അതോ ഞാനൊന്ന് ഫോൺ ചെയ്താലുടൻ ഫാദർ ഓടി വന്ന് എന്നെ രക്ഷിക്കൂ? അപ്പോ ഭ്രാന്ത് പറയാതെ. അച്ഛൻ കേട്ടില്ലേ? ഇതാണിവൻ. ഞാൻ എന്താ ചെയ്യേണ്ടത്? എനിക്കൊരു ഉപദേശവും തരാനില്ലേ അച്ഛന്? രഘുമാമനെ കല്യാണം കഴിക്കേണ്ട എന്നൊരു ഉപദേശം തന്നാ അമ്മ അതനുസരിക്കോ? അപ്പു മതി, ഇങ്ങി വന്നേ പറയട്ടെ. വേണ്ട, എന്നെ രക്ഷിക്കാൻ ഫാദറെങ്കിലും ഉണ്ടാവും എന്നാ ഞാൻ കരുതിയത്. ഞാൻ അത്ര സീരിയസ് ആയി ഫോണിലൂടെ പറഞ്ഞൊന്നും ഫാദർ വിശ്വസിച്ചില്ലല്ലോ. അപ്പോ അപ്പു അപ്പ വിളിച്ചിരുന്നോ? അവനങ്ങനെ ഇടയ്ക്കൊക്കെ വിളിക്കും. ഇന്നലെ വിളിച്ചിരുന്നോ? വിളിച്ചെന്നേ, ചുമ്മാ. വിളിച്ചിട്ട് എന്താ പറഞ്ഞത്? ഇപ്പൊ പറഞ്ഞില്ലേ, അതൊക്കെ തന്നെ. നന്ദു, ഈ പ്രായത്തിലുള്ള ആൺകുട്ടികൾ, പ്രത്യേകിച്ച് അപ്പുവിനെ പോലെ ലേശം മദർ അറ്റാച്ച്മെന്റ് ഉള്ള കുട്ടികൾ, അമ്മയ്ക്കും തനിക്കുമിടയിൽ മറ്റൊരു പുരുഷനെ അംഗീകരിക്കില്ല. ചില കുഞ്ഞുങ്ങള് സ്വന്തം അച്ഛനെ പോലും അംഗീകരിക്കില്ല. പക്ഷെ അപ്പുവിന് ദേവരാജനെ വലിയ ഇഷ്ടമാ. എന്നാൽ രഘു അതൊരു പ്രശ്നം തന്നെയാ. ആ അനിഷ്ടം നിലനിൽക്കുന്നിടത്തോളം കാലം അവൻ ഓരോന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അതൊന്നും കാര്യമാക്കണ്ട. നന്ദു ഏതായാലും പുനർവിവാഹത്തിന് തീരുമാനിച്ചു. അതിന്റെ തെറ്റും ശരിയും വിവേചിക്കാൻ ഞാൻ ആളല്ല. തന്നെയുമല്ല, ഇക്കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കുന്നതിന് മുൻപ് നന്ദു എന്നോട് ഒരു അഭിപ്രായം ചോദിച്ചതുമില്ല. അല്ല, അങ്ങനെ ചോദിക്കണമെന്നല്ല ഞാൻ പറഞ്ഞത്. എന്തായാലും തീരുമാനിച്ചു. ഇനി അതിന്റെ സുഗമമായ നടത്തിപ്പാണ് നമുക്ക് ആവശ്യം. അപ്പുവിന്റെ റിവോൾട്ടിങ് ആറ്റിറ്റ്യൂഡ് നന്ദുവിന് ഒരു നിത്യ തലവേദനയായിരിക്കും. അവന്റെ പ്രതിഷേധം ഇല്ലാതാക്കാൻ ഒരു വഴിയുണ്ട്. ദേവരാജനെ പരിപൂർണമായും അപ്പുവിൽ നിന്നും അകറ്റുക. അത് സാധിക്കില്ല. സാധിച്ചല്ലേ പറ്റൂ. ആ കാര്യം ഞാൻ ഏറ്റു. അപ്പുവിന്റെ ഫോൺ വന്നപ്പോഴേ ഞാൻ തീരുമാനിച്ചതാ. പോട്ടെ നന്ദു, ദൈവം അനുവദിച്ചാൽ നമുക്ക് വീണ്ടും കാണാം. ചണ്ടിപ്പണ്ടാരൊക്കെ കെട്ടിപ്പെറുക്കാൻ പറഞ്ഞിട്ടാ ഞാൻ ഇങ്ങോട്ട് പോന്നേ. ദേവരാജന്റെ മനസ്സ് മാറുന്നതിന് മുമ്പ് സ്ഥലം വിടണം. എങ്ങോട്ട്? തൽക്കാലം എന്റെ ഓർഫനേജിലേക്ക്, അവിടുന്ന് പിന്നെ എങ്ങോട്ടെങ്കിലും. ഏതായാലും നന്ദു ഇനി അവനെ കാണില്ല ഒരിക്കലും. നാട് വിട്ടു പോണെന്നൊന്നും ഞാൻ പറഞ്ഞില്ല. ഞാനാ പറഞ്ഞത്. തൽക്കാലം അപ്പോ ഇതൊന്നും അറിയണ്ട.
രാജേട്ടനെ കാണാതെ വരുമ്പോ അവൻ സംശയിക്കില്ലേ? എന്ത് സംശയിക്കാൻ, എവിടെയോ പോയി. കുറച്ചു കാലത്തേക്കൊരു വിഷമം കാണും. പിന്നെ പിന്നെ അവൻ ദേവരാജനെ മറക്കും. അത് വലിയ കാര്യമൊന്നുമല്ല നന്ദു. നന്ദുവിന് നല്ലതേ വരും. ഞാൻ പ്രാർത്ഥിക്കാം. വരട്ടെ. നമ്മുടെ പോക്ക് ഒരു പോക്കല്ല മോനെ, വെറും ടെമ്പററി. ചെറിയൊരു വിരഹം അത് സ്നേഹം വർദ്ധിപ്പിക്കും. നീ ഇവിടുന്ന് പോയാൽ നന്ദുവിന് വിവാഹം നടക്കില്ല. നിന്റെ സാന്നിധ്യം ഇല്ലാതായാൽ രഘുവിനെ കുറിച്ചുള്ള അവളുടെ ഭയം ഇരട്ടിക്കും. നന്ദുവിന് യഥാർത്ഥത്തിൽ രഘുവിനെ ഇഷ്ടമായിരുന്നെങ്കിൽ അവർ വിവാഹം എന്നെ നടന്നേനെ ദേവരാജ. നീ അകത്ത് കിടന്ന കാലത്ത് അവർക്ക് ഭാര്യ ഭർത്താക്കന്മാരെ പോലെ കഴിയാമായിരുന്നു. പക്ഷെ നന്ദു അടുപ്പിച്ചില്ല. കാര്യങ്ങളൊക്കെ എന്റെ കണക്കുകൂട്ടൽ പോലെ നടന്നാൽ അവൾ വീണ്ടും നിന്റേതാകും. വെപ്രാളം വേണ്ട, കാലക്രമത്തിൽ മതി. എനിക്കൊന്നും മനസ്സിലായില്ല. നിനക്കൊന്നും മനസ്സിലാകത്തില്ല. എടാ, കുരുട്ടുബുദ്ധിക്ക് ഡോക്ടറേറ്റ് എടുത്ത കാട്ടൂക്കാരൻ അന്തോണിയാണ് എന്റെ തന്ത. ആ റേഞ്ചിൽ അച്ചറായി കുഞ്ഞിരാമന് വരില്ല മോനെ. മോൻ പോ. ഒരു സാധാരണ വിശ്വാസിക്ക് വട്ട് വന്ന ഗുളി കൊടുക്കാം. ഇതിപ്പോ കത്തനാർക്കാ പിരിപോയത്. എടാ പോടാ. നീ എന്താ രാവിലെ വരാന്ന് പറഞ്ഞിട്ട്? അച്ചു, യാതൊരു ഉറപ്പും ഗ്യാരണ്ടി ഇല്ലാത്തൊരു യാത്ര പോവാ ഞാൻ. നീ പ്രാരാബ്ധക്കാരനാ, ഒരു കുടുംബം നടത്താൻ ചുമതലപ്പെട്ടവനാ. ഇനി എന്റെ കൂട്ട് നിനക്ക് ശരിയാകല്ല. ഇത് വെച്ചോ, എന്തെങ്കിലും ഒന്ന് ആകുന്നവരൊന്ന് പിടിച്ചേക്കാനാ. എടാ, ഇത് നിന്റെ കാശ് തന്നെടാ. നീ കത്തനാരും കൂടെ ആ ജമിനിയുടെ മാനേജരെ പറ്റിച്ചുണ്ടാക്കിയ കാശ്. എനിക്കൊരു ഗതി ഉണ്ടാകുമ്പോൾ നിന്നെ വിളിക്കാം. ചെല്ലു. ആശാനെ കാണണമെങ്കിൽ എന്നെ വിളിക്കണ്ട, മനസ്സിൽ വിചാരിച്ചാൽ മതി. ഈ അച്ഛൻ അവിടെ ഉണ്ടാവും. പിടിക്കവനെ.
ഓ. ഇവനെ നോക്കണേ, ഞാൻ അവനിട്ട് 2 കൊടുത്തിട്ട് വരാം. ആ എടാ വിട്ടുകളാ. വറീച്ച പ്ലീസ് 2 കൊടുത്തിട്ട് ക്ഷമിച്ചാ മതി അച്ഛാ. അത്രേ ഉള്ളൂ മക്കളെ. ആ വിത്ത് ഗുണം 10 ഗുണം. ദേവരാജോ എന്നാ പിന്നെ നീറ്റ് ആയിക്കോട്ടെ. എടാ നിർത്തടാ നിർത്തടാ. അങ്ങോട്ട് മാറാ ഞാൻ കാണട്ടെ. അവനെ അടിക്കച്ചാ. പിന്നെ ഓടിക്കടാ. കലക്കി അച്ഛാ കലക്കി.